ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യാത്ര സംബന്ധമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് നമ്മളിന്ന് പോകുന്നത് നമ്മുടെ ചാർലി ലൊക്കേഷനിലോട്ടാണ് പോകുന്നത്. നമ്മുടെ ഫേമസ് ആയ ദുൽഖർ സൽമാൻ തിമിർത്താടിയ ഒരു പടമല്ലേ ചാർലി, അതിൻ്റെ ലൊക്കേഷനിലോട്ടാണ് പോകുന്നത്. അധികമാരും കണ്ടിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മളെ കുട്ടിക്കാനം കുമളി റോഡിൽ നമ്മൾ വരുമ്പോൾ ഏകദേശം സഞ്ചരിച്ച് വരുമ്പോൾ നമ്മൾ പഴയ പാമ്പനാർ എന്ന് പറഞ്ഞ അവിടെ നിന്നും ലെഫ്റ്റിലോട്ട് റോഡുണ്ട്. ആ റോഡിന് നമ്മൾ നേരെ പോകുന്നത് നിറയെ തേയിലത്തോട്ടാണ്. അടിപൊളിയായിട്ട് ഭംഗിയുള്ള സ്ഥലമാണ്. ആ തേയിലത്തോട്ടിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് റോഡുള്ളത്. അപ്പോൾ നമ്മൾ നേരെ പിന്നെ അവിടെ പോകാനുള്ളൊരു ഒരുക്കത്തിലാണ്. അപ്പോൾ അവിടെയുള്ള കാഴ്ചകളൊക്കെ ഒരുവിധം കാണിച്ചു തരാം. ഇടയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഐഡിയ തോന്നി. അതായത് മെയിൻ റോഡിൽ കൂടെ പോകുന്നതിനേക്കാളും നല്ലൊരു അഡ്വഞ്ചർ അല്ലേ നമുക്ക് ഈ തേയിൽക്കാട്ടിൻ്റെ അകത്ത് കൂടി ഒരു ഷോട്ട് അടിച്ച് പോകുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്ലാൻ ഇട്ടിട്ട് ഞങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തേയിലത്തോട്ടത്തിൻ്റെ അകത്ത് കൂടി, അതായത് നമ്മുടെ എസ്റ്റേറ്റിനകത്ത് കൂടി നമുക്ക് ചെറിയൊരു പാതയുണ്ട്. ഇത് ഷോർട്ടായിട്ട് അപ്പുറം അങ്ങേ റോഡിൽ കയറും. അപ്പോൾ നമ്മൾ ചുമ്മാ അതുവഴിയാണ് കയറുന്നത്. മെയിൻ റോഡുണ്ട് കേട്ടോ, എന്നാലും ഞങ്ങൾ ജസ്റ്റ് ഈ വഴി കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചയൊക്കെ ഒന്ന് കാണാമല്ലോ എന്നുള്ള ധാരണയിലാണ് അങ്ങനെ ഒരു കയറി. ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. തണുപ്പൊക്കെ ആസ്വദിച്ച് തേയിലത്തോട്ടിന് പോകുമ്പോൾ ഒരു പ്രത്യേകതരം ഫീലല്ലേ. അപ്പോൾ ആ ഫീലിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം. അങ്ങനെ വീണ്ടും നമ്മൾ മെയിൻ റോഡിൽ വന്നു. പിന്നെ നമുക്കിവിടെ ഈ കാണുന്നതൊക്കെ ലയങ്ങളാണ്. ഈ തേയില എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നവരുടെ ലയങ്ങളും കാര്യങ്ങളും, മീൻസ് അവരുടെ വീടുകളൊക്കെയാണ്. അപ്പോൾ ഇതുവഴിയൊക്കെ തന്നെയാണ് നല്ലൊരു ഭംഗിയാട്ടോ. ഇതുവഴി ഇങ്ങനെ പോകുമ്പോൾ വൈകുന്നേരം സമയത്തൊക്കെ ഈ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഏകദേശം അവിടെ എത്തി. ഇപ്പോൾ ഈ കാണുന്ന വഴിയിലൊരു സ്കൂളാണ്. സ്കൂളിൻ്റെ ഈ മെയിൻ റോഡിൽ നിന്ന് തന്നെ സ്കൂളിലോട്ട് പോകുന്നൊരു വഴിയുണ്ട്. അവിടെ നിന്ന് നമ്മൾ ആരും ചോദിച്ചാൽ മനസ്സിലാക്കാം. ബോർഡൊന്നുമില്ല, ചാർലി ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ബോർഡോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് അങ്ങോട്ട് കയറി ചെല്ലുക. നമ്മൾ കയറി വന്നു, അവിടെ വണ്ടി നിർത്തി. പിന്നെ നമുക്ക് ഈ സ്കൂളാണ് കാണുന്നത്. ഈ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്കകത്ത് നമ്മൾ വൃദ്ധസദനമാണ്. നമ്മൾ നെടുമുടി വേണമൊക്കെ താമസിച്ചിരുന്ന ഒരു വൃദ്ധസദനം ഉണ്ടായിരുന്നല്ലോ. ആ വൃദ്ധസദനമാണ് ഈ കാണുന്നത്. ദുൽഖർ സൽമാൻ രാത്രിക്ക് കയറി വരുന്നത് കേട്ടെ. അപ്പോൾ ഒരു വൃദ്ധസദനമായിട്ടാണ് ഈ ഒരു സ്കൂൾ ആ സിനിമയ്ക്കകത്ത് നമ്മൾ കണ്ടിരുന്നത്. ദുൽഖർ സൽമാൻ നമ്മളെ മറ്റേ ബുള്ളറ്റിൽ ഇങ്ങനെ ഓടിച്ച് കയറി വരുന്നുണ്ടല്ലോ, ആ ഒരു ഭാഗമാണത്. ഇവിടുന്ന് ഇങ്ങനെ കയറി വന്നിട്ട് ഞാൻ പറഞ്ഞ നേരത്തെ കാണിച്ച നമ്മളെ വൃദ്ധസദനത്തിനോട് കൊണ്ടുവന്ന് നിർത്തുന്നത് ഈ ഒരു വഴിയിലാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ വഴിയിലാണ് കേട്ടോ നമ്മളെ ഈ പറഞ്ഞ ആ ചാർലിയുടെ ആ ഒരു അതായത് ലൊക്കേഷൻ മീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ലൊക്കേഷൻ തന്നെയാണ്. പക്ഷേ ആ ഒരു മെയിൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളത്തിൽ തള്ളിയിടുന്നൊരു സീനൊക്കെ ഉണ്ടല്ലോ. പേര് നായികയുടെ പേര് ഓർമ്മയില്ല. അവർ തള്ളിയിടുന്ന സീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഈ വഴിയിലോട്ടാണ് പോകേണ്ടത്. അതുപോലെ തന്നെ എനിക്ക് ഇവിടെ ഒരു വിസിറ്റിംഗ് കാർഡ് ഒരാൾ തന്നായിരുന്നു. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആളെ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെല്ലാ ഡീറ്റെയിലും, ആളെ ഒരു ടൂറിസ്റ്റ് ഗൈഡാണ്. അപ്പോൾ പുള്ളിക്ക് യൂട്യൂബ് ചാനലും കാര്യങ്ങളും. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞാണ് അങ്ങനെ ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ള ലെവലിൽ പുള്ളി പറഞ്ഞതാണ്. അപ്പോൾ ഈ നമ്പറാണ് ആവശ്യമുള്ളവർ നോട്ട് ചെയ്യുക. ഇപ്പോൾ ഇതേ കാണുന്ന മരം കണ്ടോ, ആ ഭാഗത്തോട്ടാണ് നമ്മൾ എത്തേണ്ടത്. അതാണ് ലൊക്കേഷന്. അപ്പോൾ ഇതേ ഉണ്ടേ ഒടുവിൽ നമ്മൾ ആ ലൊക്കേഷനിൽ എത്തിയേക്കുവാണ്. അപ്പോൾ ഇതാണ് ആ ഒരു മറ്റേ കറണ്ട് ലൊക്കേഷൻ. നമ്മുടെ ദുൽഖർ സൽമാൻ തിമിർത്ത് ആടിയ ചാർലി ഫിലിമിലെ ആ ഒരു സീനുണ്ടല്ലോ, അതായത് നമ്മൾ വെള്ളത്തിൽ തള്ളിയിട്ടിട്ടൊക്കെയുള്ള ഒരു മനോഹരമായിട്ടുള്ള സീന്. ഇത് ഇപ്പോൾ ഇവിടെ ആളൊന്നും ഇല്ലയെന്നുള്ളൂ. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഒരു ഒഴിവായിട്ടുള്ള ദിവസമല്ല വന്നത്. ഒരു സൺഡേ ഒക്കെ ആകുമ്പോൾ മേ ബി ബൈക്കിൽ ഒത്തിരി റൈഡേഴ്സ് വന്നിട്ട് ഈ സ്ഥലം കവർ ചെയ്ത് പോകാറുണ്ട്. അപ്പം എന്നാ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കുട്ടിക്കാനം കുമളി റോഡിലാണ്. അവിടുന്ന് പഴയ പാമ്പനാർന്നു ഒരു ഏകദേശം ഒരു 5 കിലോമീറ്റർ ഡിഫറൻറ്റേ ഉള്ളൂ ഈ പറഞ്ഞ സ്ഥലത്തോട്ടുള്ളത്. കാണാൻ പൊളി വൈബാണ്. ഇപ്പോൾ ഈ ക്യാമറയിൽ കാണുന്ന പോലെ ഒന്നുമല്ല, നമ്മൾ നേരിട്ട് കാണുമ്പോൾ വേറൊരു ഫീലാണ് നമുക്ക് ഈ ഒരു ലൊക്കേഷന്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും വരിക, വന്ന് കണ്ട് കവർ ചെയ്ത് പോകുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനിയുള്ള അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.